സോലമച്ചാൻ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഈ ഇൻട്രോയിൽ എന്തായാലും ഒന്നും കാണത്തില്ല. ബിക്കോസ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് വീഡിയോയിലേക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു സെറ്റപ്പ് ഇൻട്രോ ഒക്കെ സെറ്റ് ചെയ്ത് മൈൻക്രാഫ്റ്റിലേക്ക് കയറി ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് മൈക്രോഫോൺ ഇല്ലയെന്ന്. ബിക്കോസ് മൈക്രോഫോൺ ഞാൻ മേടിച്ചിട്ടില്ല. സോ ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെയാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. സോ ഇതൊരു സെറ്റപ്പ് മേക്ക് ഓവർ വീഡിയോ ആണ്. അതൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നമ്മുടെ സ്വന്തം വീഡിയോയിൽ കാണാൻ പറ്റും. സോ ഇത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്ലീസ് പ്ലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറക്കരുത്. അപ്പോൾ ശരി, എന്നാൽ നേരെ പോയിട്ട് വീഡിയോ ഉണ്ടോ ഗൈസ്. നിങ്ങൾ എന്തായാലും ഇൻട്രോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്ന് കുറച്ച് ഒരു സെറ്റപ്പ് ചേഞ്ചിങ് ഇതുണ്ടാക്കാം. ഇപ്പം കറൻറ്റ് റൂം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇവിടെയാണ് ഞാൻ സെറ്റപ്പ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ഇവിടെയാണ് ഒരു സെറ്റപ്പ് ഉദ്ദേശിക്കുന്നത്. ഈ പവർ ബ്രിക്ക് ഇവിടെ തന്നെ ഇരിക്കും, ബിക്കോസ് പവർ കിട്ടില്ല. ആ ഒരു പോർട്ട് ചീത്തയാണ്, അതുകൊണ്ട് അതിനകത്ത് ഫിറ്റ് അങ്ങനെ പ്ലഗ് ചെയ്യാൻ പറ്റും. അതൊക്കെ എൻ്റെ ആർട്ട് വർക്ക് കേട്ടോ. ഇത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഇത് വരച്ചതാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രീ പ്ലാൻഡായിട്ട് ഞാൻ ഒട്ടിച്ചതാണ്. ഇവിടെ 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 പിന്നെ ഒരെണ്ണം ഈ ഒരു ഭാഗത്ത്. ബിക്കോസ് ആ നെറ്റിൻ്റെ ആ വയർ കണ്ട അത് ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ഇവിടെ വെച്ചത്. പിന്നെ ഞാൻ എന്തോ എക്സാം ടൈമിന് ഇവിടെ ആണെങ്കിൽ പഠിക്കാൻ സ്പേസ് ഇല്ല. ഈ ടി വി ഇതാണെങ്കിൽ മോണിറ്റർ ഇത്രയും കൂടി ഈ ഒരു ഭാഗത്ത് വന്നിരിക്കും. എന്നിട്ട് എനിക്കൊരു ഷെൽഫ് പോലത്തെ സാധനം ഇവിടെ സ്വന്തമായിട്ട് ഞാൻ മേക്ക് ചെയ്തത്. അതുകൊണ്ട് അപ്പോൾ ഷെൽഫ് ഇവിടം വരെ ഇങ്ങനെ ഒരു വന്നിരിക്കും. ബാക്കി കീബോർഡ് ഇങ്ങനെ, മൗസ് ഇവിടെ, പിന്നെ പി സി ഇവിടെ. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് എഴുതാനില്ല. എഴുതണ സമയത്താണെങ്കിൽ ഇതെടുത്ത് നീക്കി അതിൻ്റെ അകത്തോട്ട് വെക്കേണ്ടി വരും. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടി വി ആ സൈഡിലായിരുന്നു വെച്ചാൽ അത് ഞാൻ എടുത്ത് ഇപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങനെ ചെയ്തു. ജസ്റ്റ് മൂവി ടൈപ്പ് കാണാൻ വേണ്ടിയിട്ട്. എക്സാം കഴിയണം. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഭവം വന്നത്. എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂം കൺജസ്റ്റഡ് പോലെ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കിടക്കുന്നത്, അതുകൊണ്ട് ഒരുമാതിരി കൺജസ്റ്റഡ് പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ടേബിള് ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുമാതിരി വൃത്തികേടായിട്ട് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പി സി ഇവിടെ വെച്ച് ഞാൻ പഠിക്കുന്നതുകൊണ്ട് ഇതൊന്നും ഇവിടെ അല്ല ഇരിക്കുന്നത്. ഇതൊക്കെ എല്ലാം എൻ്റെ ഷെൽഫിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് എടുത്ത് അതിനകത്ത് വെക്കണം. പിന്നെ പി സി ഇതാണ് ഞാൻ കറൻറ്റ് എന്ന് വെച്ചാൽ ഗെയിമിംഗ് സെറ്റപ്പ് ഇതല്ല ഇത്. ആ സെറ്റപ്പ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ കണ്ടോ, ഈ കീബോർഡ് എടുത്തിട്ട് ഈ മോണിറ്റർ റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അപ്പോൾ ഇത്രയും സ്പേസ് കിട്ടും എനിക്ക് പഠിക്കാൻ വേണ്ടി. മൗസ് ഇടുന്ന വലിയ കാര്യമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ മൗസ് പാഡ് തിരിച്ചു വെക്കാം, പക്ഷേ കാര്യമില്ല. ബിക്കോസ് ഇത് കണ്ട ഇത് എന്തായാലും അതിൻ്റെ പൊക്കത്ത് പോകും. അപ്പോൾ ഇത്രയും സ്പേസ് കിട്ടും എനിക്ക് ഇവിടെ ഇരുന്ന് എഴുതാൻ, വായിക്കാം, പഠിക്കാം, അങ്ങനെ. അപ്പോൾ ജസ്റ്റ് കേബിൾ മാനേജൊന്നും നോക്കേണ്ട, വൃത്തികേടാണ്. ബിക്കോസ് ജസ്റ്റ് ഇതിനുവേണ്ടി. പിന്നെ മൈക്കായിട്ട് ഞാൻ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്ന ഈ സംഭവമാണ്. ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഈ സംഭവമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. എന്നാലും ഞാൻ മൈക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഈ പോർട്ട് അല്ലാണ്ട് ബാക്കിലായിട്ടൊരു പോർട്ടുണ്ട്. ആ പോർട്ടിന് എന്തോ ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല ആ പോർട്ട്. പക്ഷേ ഞാൻ പുതിയ മൈക്ക് മേടിക്കാൻ നോക്കുന്നുണ്ട്. പുതിയ മൈക്ക് മേടിക്കുമ്പോൾ അൺബോക്സിങ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അത് കാണാം. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനാണ്. ഇതെല്ലാം ഞാൻ ഒന്ന് എടുത്ത് ബെഡിലിടാം. എന്നിട്ട് ഞാൻ എല്ലാം ഒന്ന് പി സിയുടെ ഡീറ്റെയിൽസും എല്ലാം പറയാം. ഇതൊരു ജസ്റ്റ് പി സിയുടെ ഡീറ്റെയിൽസും കൂടിയാണ്, കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് എന്തായാലും ഞാൻ അടുത്ത് ബെഡിലേക്ക് ഇടട്ടെ. പിന്നെ ഈ ചെയറിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ചെയറാണ്. ജസ്റ്റ് ഇരിക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ചെയർ, അല്ലാണ്ട് ഞാൻ ഗെയിമിങ് യൂസ് ചെയ്യുന്നില്ല. ഗെയിമിങ് എനിക്ക് സ്പെഷ്യൽ ചെയറുണ്ട് ഇവിടെ. റേസറിൻ്റെ വൈപ്പർ എന്നൊക്കെ പറഞ്ഞൊരു വൈപ്പർ 2.0 ഇതാണ് 2.0. ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി പിടിച്ചതുകൊണ്ട് അവിടെ എടുത്ത് വെച്ച്. ഇപ്പോൾ ജസ്റ്റ് ഇതാകുമ്പോൾ ഇത് റേസറിൻ്റെ പുതിയ മോഡലാണ്, പുത്തൻ മോഡലാണ്. അപ്പോൾ എന്തായാലും റേസറിൻ്റെ ഏത് മോഡലായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. ഇതൊരു റേസർ പള്ളിപ്പറമ്പ്, ഇത് സെറ്റ് മോഡലാണ്. 1000 ദിനാറാണ് ഇവിടെ
അപ്പോൾ നാട്ടിലെത്രയാണെന്ന് എനിക്കറിയില്ല, 1000 ദിനാറാണ് ഇവിടെ, നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ അത് അത് പ്രൈസ് കുറവാട്ടോ, 1000 ഒന്നുമല്ല, ഒരു 900 സംതിങ് അങ്ങനെ അടുത്തുള്ളതിന്. അപ്പോൾ ഇത് ബെഡൊന്നും നോക്കണ്ട, എല്ലാം ക്ലീനാക്കും. ജസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് ഞാൻ ഒന്നും നോക്കുന്നില്ല, ഗെയിം കളിക്കുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ വരാത്തത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടണോ? ഇടാല്ലേ. ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണ പോലത്തെ ഞാൻ പറഞ്ഞുതരാം, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഇതൊക്കെ റീസെൻ്റ്ലി ബൈ ചെയ്തത് ഞാൻ, എന്ന് വെച്ചാൽ വലിയ വിലയില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഞാൻ പറയാം. ഇതിനൊക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം ഞാൻ. സെറ്റപ്പ് അത് മേക്ക് ചെയ്തിട്ട് എന്നിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ഇടാം. സോ ഇതാണ് കറണ്ട് സെറ്റപ്പ്. എന്തായാലും കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഫോർ അതിൽ സ്പേസ് ഇല്ലാത്ത അത് കിള്ളൻ ഡെസ്ക്കാണ്. ഡെസ്ക്കൊക്കെ ഡെസ്ക്, കിള്ളൻ ഡെസ്ക്കാണ് ഈ സംഭവം. അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടത് ഗെയിം കളിക്കാനൊക്കെ അവിടെ ഇരുന്ന്. ഈ സംഭവത്തിന് വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ കണ്ട ഞങ്ങൾ മേടിച്ച അരി വെച്ചിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അരി വെച്ച് സപ്പോർട്ട് ചെയ്യുന്നില്ല, എങ്ങാനും ഇതിന് ഞാൻ ഇങ്ങനെ തിരിച്ചാണ് വെച്ചേക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചാണ് വെച്ചത്. ബിക്കോസ് ഈ സംഭവം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പി സി ഇതിനകത്ത് എടുത്ത് വെച്ചിട്ട് ഏറ്റവും അവിടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ബെഡ് ഇത്തിരി അങ്ങോട്ട് നീങ്ങും, അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ഈ സംഭവത്തിന് ഇങ്ങനെ വന്നിട്ട് മടങ്ങി കഴിഞ്ഞാൽ പണി എല്ലാം കൂടി താഴെ വീഴും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് അത് ഇങ്ങനെ വെച്ചിട്ട് അരി താഴെ വെച്ച്. അതാകുമ്പോൾ ഈ വീഴോ അല്ലെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വലിയ വെയിറ്റ് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇതിലല്ല ഞാൻ വെക്കുന്നത്, കൈയൊക്കെ ഇവിടെ വെക്കുന്നത്. എങ്ങാനും വീണ് കഴിഞ്ഞാൽ എൻ്റെ ഗെയിമിങ് കരിയർ പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ വെബ് ക്യാമൊക്കെ ആയിട്ട് ഇതായി ഫോണാട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനൊരു സോഫ്റ്റ്വെയറിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വെബ് ക്യാം മൈക്ക് ഇതിൽ തന്നെ വന്നത്. മൈക്കൊന്നും ഇതല്ല ശരിക്കും കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇവിടെ താഴെയായിട്ട് ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിന് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ആയിട്ട് ഫോൺ വരും. അപ്പോൾ കുത്തിയിട്ട് അതായിട്ട് വർക്ക് ചെയ്യും. ഇതൊക്കെ ഇടയ്ക്ക് വെച്ച് സംഭവിച്ചതാണ്. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ എന്തായാലും മൈക്ക് മേടിക്കാൻ സ്വരുക്കുറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ കിട്ടും. പിന്നെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഞാൻ പറയാം എന്തൊക്കെയാണ് സംഭവം, ഏതിൻ്റെയൊക്കെയാണ് സംഭവം, ഏത് ബ്രാൻഡ് എന്നൊക്കെ ഞാൻ പറയാം. പിന്നെ എന്തായാലും നമുക്ക് എന്തായാലും ബെഡിലിട്ടിട്ട് കാണാം. അപ്പോൾ മച്ചാന്മാരെ മോണിറ്ററൊക്കെ ഞാൻ എടുത്ത് മാറ്റി. ഇനി കുറച്ച് വയസ്സ് മോണിറ്ററൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹെഡ്ഫോൺസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇനി കീബോർഡ് എടുത്ത് മാറ്റണം. പിന്നെ ഈ ടേബിള് ഒന്ന് മടക്കി എടുത്ത് തൽക്കാലത്തേക്ക് ഈ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഈ ബെഡിൻ്റെ അടിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ സംഭവം ഇത്തിരി ചീത്തയാണ്. പിന്നെ എൻ്റെ അതൊന്നും റിസ്ക് എടുത്ത് വെക്കുന്ന. അപ്പോൾ ഇന്ന് ഓരോ സംഭവം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യും. ഞാൻ കഷ്ടപ്പെടുന്നില്ലേ, സ്വന്തം കാര്യത്തിനാണ്. എന്നാലും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യും പ്ലീസ്. ഈ സംഭവം ഇനി നീക്കണം കേട്ടോ. എന്തായാലും ഇതൊന്ന് എല്ലാം ഡിസ്കണക്ട് സംബന്ധിച്ച എല്ലാ സംഭവവും ഞാൻ സ്ട്രിപ്പ് ചെയ്ത് മാറ്റി എല്ലാം കട്ടിലിട്ടിട്ടുണ്ട്. ഓരോന്ന് കീബോർഡായാലും മൗസായാലും മിറ്റൻ്റെ കേട്ടോ മിറ്റൻ്റെ കീബോർഡാണ്. നല്ല കീബോർഡാണ്, സെറ്റ് കീബോർഡാണ്. ഞാൻ അധികം ദിവസം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും RGB ഒക്കെ ഉണ്ട് ഇതിനകത്ത്. മറ്റേ ഇതല്ല, മെക്കാനിക്കൽ കീബോർഡല്ല. ഞാൻ മെക്കാനിക് കീബോർഡ് നോക്കാനായിട്ടാണ് പോയത്. പക്ഷേ മെക്കാനിക് കീബോർഡ് അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് പോയി നോക്കാം. അന്ന് ഓഫറൊക്കെ ഇവിടുത്തെ ഒരു 5 ദിനാറോ 4 ദിനാറോ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ പോയപ്പോൾ ഇത്തിരി ലേറ്റായി. പിറ്റേ ദിവസം ഓഫർ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പോയത്. അപ്പോൾ ചെറുതായിട്ട് ലേറ്റായി. അപ്പോൾ പക്ഷേ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു, ഈ സംഭവത്തിന് ഓഫർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ ഈ മൗസ്, ഹെഡ്ഫോൺസ്, പിന്നെ നമ്മുടെ മൗസ് പാഡ് വലിയ ദിവസമൊന്നും വരില്ല, ആകെ 2-3 ആഴ്ചയുള്ളൂ. പക്ഷേ പൊടി ഇവിടെ ഇതൊരു ഡെസേർട്ട് കൺട്രി ആയതുകൊണ്ട് കുറച്ച് പൊടിയാവും. എന്നുവെച്ചാൽ നമ്മുടെ ബഹ്റിനാണ് ഞാനിപ്പോൾ, ബിക്കോസ് എൻ്റെ കൺട്രി അല്ല, ഞാനിപ്പോൾ ജീവിക്കുന്ന കൺട്രി. അപ്പോൾ ഈ സംഭവം കൂടിയാണ്, അത് പൊടി പിടിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം പുതിയതാണ്, ഇതൊന്നും ഇതേവരെ പോയിട്ടില്ല, എല്ലാം പുതിയതാണ്. പിന്നെ ഇതൊക്കെ സെറ്റ് സംഭവം. ഇവിടെയൊക്കെ മറ്റേ വോയിസൊക്കെ നമ്മുടെ സ്പീക്കർ സൗണ്ട് തന്നെ സംഭവമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. താഴത്തോട്ടാക്കി കഴിഞ്ഞാൽ
ലൗഡ് വോയിസ് ആവും, പൊക്കത്ത് നല്ല ലൗഡ് വോയിസ് അതിനകത്ത്. വെറുതെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് ലീക്കുണ്ട്, നല്ല നോയ്സ് ലീക്കുണ്ട് ഇതിനകത്ത്. ഞാൻ ഇങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇപ്പം അച്ഛനോ അമ്മയോ ഇവിടെ ഇരിക്കുക, ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ ബിക്കോസ് ചൂടായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഭയങ്കര ചൂടാണ്. എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും അപ്പുറത്തായിരിക്കേണ്ടത്, പക്ഷേ ചൂടായതുകൊണ്ട് എല്ലാവരും ഇവിടെ വെച്ച് ഞാൻ ടി വി ഒക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ബിക്കോസ് ഈ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എ സി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും രാവിലെ എ സി ഇട്ടാൽ രാത്രി വരെ എന്തായാലും കുറച്ച് ഒരു അത്ര തണുപ്പൊന്നുമല്ല, കുറച്ച് തണുപ്പ് ഒരു ചെറിയ. അപ്പോൾ ഈ സംഭവം ഞാൻ എടുത്തിട്ട് ഇവിടെ തൂക്കിയിടും. എന്നിട്ട് മറ്റേ പ്ലഗ് ചെയ്തിട്ട് വെറുതെ പാട്ട് ഓൺ ചെയ്തിട്ട് ഫുള്ളാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുള്ള് കേൾക്കാൻ പറ്റും. അത്രയും ലൗഡാണിത് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെച്ചാൽ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അല്ലാണ്ട് സെറ്റാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സംഭവമാണിത്. പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോൾ ഒരു 5-6 ദിനാറ്, അല്ലെങ്കിൽ ചീപ്പ് റേറ്റ്സിനും കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. 5-6 ദിനാർ മിറ്റേൻ്റെ വേറൊരു ഹെഡ്ഫോൺ കണ്ടിട്ടുണ്ട്, ഇനി അതിൻ്റെ ഒരു സമയം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിനിപ്പോൾ ഈ എല്ലാ സെറ്റിനും കൂടി ഞാൻ ലുലുവിൽ പോയി നോക്കിയപ്പോൾ ഒരു 16-17 ദിനാർ. എനിക്കിത് ഓഫറിന് 8 ദിനാറിനാണ് കിട്ടിയത്. ഇവിടുത്തെ നാട്ടിൽ വെച്ച് കൂട്ടിയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഓൺലൈനൊക്കെ വെച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറവ് റേറ്റിന് കിട്ടുമായിരിക്കും. അപ്പോൾ എല്ലാം സ്ട്രിപ്പ്. പിന്നെ മൈക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ വെറുതെ ഇതിൻ്റെ അടിയിലൊക്കെ ഇതുണ്ടോ ഇത്തിരി ലോങ് വലിയ മൈക്ക് കണ്ടാ, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഫോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് പറ്റുമെന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ ഫോണിൻ്റെ പുതിയതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്ന ഫോണിലാണ്. പക്ഷെ ഞാൻ എന്താ ഈ ഫോണിൽ ഇവിടെ പ്ലഗ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മുടെ ഡ്രോയിഡ് ക്യാം എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സംഭവത്തിലാണ് ഞാൻ വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പഴയ ഫോൺ, ഇതൊന്നും അല്ല എൻ്റെ ഫോൺ, ഇതും എൻ്റെ ഫോണല്ല, ഇതെൻ്റെ ജസ്റ്റ് അമ്മയുടെ ഫോണാണ്. എൻ്റെ ഫോൺ അവിടെയാണ്. അപ്പോൾ ഫോണൊന്നും കാണിക്കുന്നില്ല, അതിൻ്റെ മെയിൻ പി സി ആണല്ലോ. ആണെങ്കിൽ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ലക്കി സംഭവമാണ്, കാണുന്നില്ലേ? ഇതെൻ്റെ ലക്കി സംഭവമാണ്. ഈ സംഭവത്തിന് കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. എൻ്റെ അമ്മ പറയുന്നത് ഈ സംഭവം എൻ്റെ അതേ സ്വഭാവമാണ് ഇതിന്. അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിന് എൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ പി സിയുടെ പൊക്കത്ത് ഇവിടെ വെച്ചേക്കുന്നു. ഇത് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നേരത്തെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ ഞാൻ പിന്നെ കാണിച്ചു തരാം. നേരത്തെ ക്യാമറ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ ട്രൈപോഡ് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് ക്യാമറ ഫേസ് എൻ്റെ ഈ സൈഡാണെങ്കിൽ ഈ സൈഡിലേക്ക് ഞാൻ ഇരിക്കും, ഈ ഒരു ഭാഗത്തായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്യും. പക്ഷേ അത് ഓവറാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ ഈ ക്യാമറ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വള്ളി തൂങ്ങി കിടക്കും ഇതിനകത്തുകൂടി, ഫുള്ള് ബാക്കോടും. പിന്നെ ആകെ ഇതിന് ഇതൊക്കെ ഉള്ളൂ. പിന്നെ പി സി വിചാരിക്കണതല്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിപ്ലെക്സിൻ്റെ 3060 OEM ഞാൻ മേടിച്ചതല്ല, എൻ്റെ അച്ഛൻ മേടിച്ചതാണ് ഈ സംഭവം. അപ്പോൾ വർക്കിന് മേടിച്ചതാണ്, എനിക്ക് കിട്ടിയതാണ്. ഇതൊക്കെ പഴയതൊന്നുമല്ല, 2020 ആ സമയത്തൊക്കെ മേടിച്ചതാണ്. അപ്പോൾ ഈ സംഭവം CD ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് 8th Gen i5ൻ്റെ 8th Gen പ്രോസസ്സറാണ് നിൽക്കുന്നത്. 6 കോർ എന്താണ്ടുവാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ജി പി യു ഇല്ല, അതിപ്പോഴാണ് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. മെയിൻ ഹൈലൈറ്റ് ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം കിട്ടിയ സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇതിൻ്റെ ഒപ്പം ഈ സംഭവം തന്നെ ഇവിടെ കിട്ടും. ഞാൻ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പ്ലസ് ഡെല്ലിൻ്റെ മറ്റേ ഇത് കാണിക്കുക. അത്യാവശ്യം നൈസ് കമ്പ്യൂട്ടറാട്ടോ ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല. മെയിനായിട്ട് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. OLX അവിടെയൊക്കെ നോക്കി ആൾക്കാർ ഓൾറെഡി ഈ നമ്മുടെ ഓഫീസ് റിലേറ്റഡ് ഇവിടെയൊക്കെ ആണെങ്കിൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ ബൾക്കായിട്ട് PC വിൽക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഓഫീസ് എങ്ങാനും ഇപ്പോൾ ഓഫീസ് ചേഞ്ച് ആവുകയാണെങ്കിലോ ഓഫീസിൽ നിന്ന് ആൾക്കാർ പോവുകയാണെങ്കിലോ ആ ഓഫീസ് നിർത്തുവാണെങ്കിലോ ഒരു ബൾക്ക് PC വിൽക്കുന്നുണ്ടാവും. അതിനകത്ത് നല്ല പ്രോസസ്സറുള്ള PC കാണും. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് OLX പോയി നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ OLX PC എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഇരിക്കുന്ന ആ ചിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് വേറൊരു PC ബിൽഡ് ചെയ്യും. ബിക്കോസ് അതിന് ഒരു അത്യാവശ്യം കേപ്പബിളുള്ള
ചിപ്പാണ് ഇതിനകത്തിരിക്കുന്നത്. i5-ൻ്റെ 8th ജെൻ ഇവിടെ കാണിച്ചത് ഞാൻ. ഇതാ ഫോക്കസ്. i5-ൻ്റെ 8th ജെൻ എയ്ത്ത് ജെൻ്റെ ഇതാണ് ഇരിക്കുന്നത്, ചിപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ സോ ഇത് ഇപ്പോൾ ഞാൻ ഇത് തുറക്കുന്നില്ലല്ലോ, ഇതെന്താ? ആ തുറന്നു. വേണ്ട, ഇത് ഞാൻ ക്ലീനാക്കി തന്നെ കേട്ടോ വെക്കുന്നത്. ഇതിന് അധികം പൊടിയൊന്നും, പിന്നെ ക്ലീനാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പം പൊടിയൊന്നും ഇല്ല. പൊടിയുണ്ട് എന്നാലും പൊടിയില്ല. ഇതൊക്കെ മറ്റേ എസ് എസ് ഡി അല്ല ഇതിനകത്തിരിക്കുന്നത്, 1 TB ഹാർഡ് ഡ്രൈവ് അതിനകത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റാണിത്, റാം സ്റ്റിക്സ്. ഇത് ഞാൻ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തത്. ഞാൻ 8 GB ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ അച്ഛൻ പറഞ്ഞ് നമ്മളെപ്പോഴും ഒരു ഇപ്പം മേടിക്കുകയാണെങ്കിൽ നല്ലത് മേടിക്കണം. അപ്പോൾ ഞാൻ ഹൈപ്രക്സിൻ്റെ ഏതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ, എനിക്ക് വായിക്കാൻ പറ്റില്ല, ഇവിടെ കുനിഞ്ഞിരുന്ന് വായിക്കാനൊന്നും പറ്റില്ല. കണ്ടല്ലോ, എന്തോ സംഭവം കാണുന്നില്ല എനിക്ക്. അപ്പോൾ ഓക്കെ, ഹൈപ്രക്സിൻ്റെ എന്തോ എഫ് കാണാം എനിക്ക്. എഫ് എന്തോ സംഭവം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വായിച്ചാൽ മതി. ഹൈപ്രക്സിൻ്റെ ഒരു ഇതാണ് ഇരിക്കുന്നത്, റാമായിരിക്കുന്നത്. 16 GB റാമാണ്, 8/8/16. അപ്പോൾ 16 GB ഇതിനകത്ത് ഓൾറെഡി ഇത് മറ്റേ കൂളിങ് സംഭവം അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തിയാൽ മതി. ഞാൻ മറ്റേ കൂളിംഗ് പാഡൊക്കെ വെച്ചിട്ട് വന്ന സംഭവമാണ്. അതുകൊണ്ട് വലിയ ഹീറ്റാവില്ല, എന്നാലും ഹീറ്റാവും സംഭവം. ഇത് ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് PC നല്ലതായിട്ട് ഹീറ്റാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായ PC ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള i5-ൻ്റെ 8th ജെൻ ആയാലും തെർമൽ ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന സമയം തൊട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. മാനുഫാക്ചർ ചെയ്യുന്ന സമയം തൊട്ടായിരിക്കും അവർ തെർമൽ പേസ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എപ്പോഴാണോ മാനുഫാക്ചർ ചെയ്ത് ആ സമയം തൊട്ട് തെർമൽ പേസ് ചെയ്യാതിരിക്കുക. ചൂടെ അതൊക്കെ അറ്റ്ലാസ് എന്തായാലും അത് ഇതാവും, കട്ട് ചെയ്യാം. അപ്പോൾ കാര്യമില്ല. സോ പിന്നെ നമുക്ക് ഡെല്ലിൻ്റെ മോണിറ്റർ കാണാം. ഇതൊരു ഡെല്ലിൻ്റെ ഒരുമാതിരി U15 എന്താണ്ടോ ഇതാണ്. അത്യാവശ്യം നൈസ് മോണിറ്ററാണ്. 180p ആണ് 180pയുടെ ഒരു മോണിറ്ററാണ്. അത്യാവശ്യം നല്ല വലിയ മോണിറ്റർ കേട്ടോ. ഒരു ഇപ്പോൾ H60 ആണ്, 60 Hz ആണ്. കൂളിംഗ് പേസ്റ്റാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, കൂളിംഗ് PC അല്ല, അത് തെറ്റി. ചാനലതായി ടേബിൾ മുഴുവൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, നല്ല വൃത്തികേടായിരുന്നു. ഞാൻ പിന്നെ യൂസ് ചെയ്തത് ഫ്രം ഓൾഡ് തോർത്താണ് നമുക്കിവിടെ തൂക്കിടാം. തോർത്ത് തൂക്കിട്ടു. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ, നമ്മുടെ പഴയ എന്ന് വെച്ചാൽ അഴുക്ക് തുറക്കാനും പിന്നെ അഴുക്ക് ഉള്ള ആൾക്കാരെ തുടയ്ക്കാനും. പിന്നെ അപ്പോൾ ഇത്തിരി മുമ്പ് ഞാൻ കാണിച്ചത് ഇതാണ് ഈ സംഭവം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, തുണി തുറക്കണ തുണിയിൽ അപ്ലൈ ചെയ്തിട്ട് തേക്കണ സാധനമാണിത്. ഇത് പിന്നെ ഇവിടെ വെച്ചാൽ നല്ല സ്മെല്ലാണ് ഇതിന്. അതുകൊണ്ട് ഇത് ഇപ്പോൾ തീരാറായി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടത്. പിന്നെ ഇതിൻ്റെ അടിയിലത്തെ ഈ സംഭവമൊക്കെ ഉണ്ടാകും, ഇത് മുഴുവൻ ഇനി മാറ്റണം. ഇതൊന്നും ഞാൻ മാറ്റണ വീഡിയോ കാണിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ആയാലും മോണിറ്ററും PC ഇതെല്ലാം കൂടി ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഈ പണ്ടാരത്തിന് നല്ല വെയിറ്റാണ്. അപ്പോൾ ഈ സംഭവത്തിനേക്കാളും വെയിറ്റ് ഇതിനുണ്ട്. അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒന്നാമതെ ബസൽസ് നിങ്ങൾക്ക് ചിന്തിക്കുക, ബാക്കിൽ നിങ്ങൾക്ക് ചിന്തിക്കുക. ഞാൻ ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ അത് ഒരു ആ കളർ വുഡായിരുന്നു. അപ്പോൾ മറ്റേ ഏകദേശം ഒന്ന് ക്ലിയർ. ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തത്, കണ്ടോ? ഇതിങ്ങനെ ബാക്കിലാക്കി. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വെറുതെ ഒരു ചെറിയൊരു ആണി എടുക്കുക. ഇത് വുഡിൻ്റെ ആണിയുണ്ട്, എടുക്കാനെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആണി എടുക്കാം. PCയുടെ കേബിൾസ്, മോണിറ്ററിൻ്റെ കേബിൾസ്, പിന്നെ അല്ലറ ചില്ലറ കേബിൾസ് ഒന്നും നിങ്ങൾക്ക് കാണില്ല. ചുറ്റിക അറിയാവുന്നവർക്ക് അറിയാം, ചുറ്റിക. ഇപ്പോൾ സോമച്ചന്മാരെ ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഞാൻ കുറേ പണിയെടുത്ത് ഈ സംഭവം
ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ഇത് ഇവിടെ ആയിട്ട് ആ കണക്റ്റായി. ഇനി ഇതെന്തായാലും ഈ ഒരു ഈ നേരെ ഇതിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും നീക്കുമ്പോൾ ഇത്ര ഡിസ്റ്റൻസ് കാണില്ല. പിന്നെ കേബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതെ ഇത് എനിക്കിങ്ങനെ കാണാം. ഇത് ഞാൻ ഇതിൽ റൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സംഭവം ഒന്ന് നമ്മൾ നേരെ പോയിരിക്കുന്നത് ഡിസ്പ്ലേ പോർട്ടാണ്. ഈ സംഭവം ഇവിടെ പിന്നെ ഒന്ന് പോയിരിക്കുന്ന പവർ കേബിളാണ്. അത് നേരെ പോയിട്ട് ഇതാണ് അതിൻ്റെ മോണിറ്ററിൻ്റെ പവർ കേബിൾ. ഇത് നമ്മുടെ പി സിയുടെ പവർ കേബിൾ. ഇപ്പോൾ പി സിയിൽ ഞാൻ ഓൾറെഡി കൊടുത്തു. പിന്നെ ഇത് നിങ്ങൾ നോക്കുന്ന പോലെ ഇവിടെ മുഴുവൻ കേബിൾ മെസ്സായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കാണാനൊരു വൃത്തിയാണല്ലോ. പക്ഷേ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അതൊക്കെ ഞാൻ നോക്കാം. ഈ കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഷെൽഫ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് കിട്ടും. കാണിച്ചാൽ ഒരു മിനിറ്റ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോണിറ്റർ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു മോണിറ്റർ ഫ്ലോട്ടിങ് പോലെ കണ്ട ഒരു ഫ്ലോട്ടിങ് എഫക്റ്റ് കാണും. പിന്നെ ഒന്ന് പൊക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലോട്ടിങ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. കണ്ട ലൈറ്റ് ബാർ. ഈ ലൈറ്റ് ബാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച് വലിയ ഷോ ഓഫ് കാണിച്ച് ഇവിടെ ഇങ്ങനെ വെക്കണതോ അല്ലെങ്കിൽ ബാക്കിൽ വെക്കാനാണ് ഇവിടെ ഇങ്ങനെ വെക്കണ ലൈറ്റ് ബാർ. അങ്ങനത്തെ ആമസോണിൽ നിന്ന് മേടിക്കുന്ന ഈ സംഭവം ആമസോണിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല. എന്താണ് ഒരു മീനിൻ്റെ ഫിഷ് ടാങ്കില്ലേ, അതുണ്ടെങ്കിൽ സംഭവം സിമ്പിളായി മേടിക്കുക. അല്ലെങ്കിൽ മീൻ കച്ചവടം മറ്റേ ഫിഷ് ടാങ്കും അതൊക്കെ മേടിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ സംഭവം പുഷ്പം പോലെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഈ സംഭവം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോൾ സമയത്ത് ടേപ്പ് എടുത്ത് സംഭവം ഇനി ഒട്ടിക്കണം. ടേപ്പ് നല്ല ടേപ്പാണ്, സ്റ്റിക്കിയാണ്. അപ്പോൾ ഞാൻ ഒട്ടിക്കട്ടെ ഒരു മിനിറ്റ്. ഒട്ടിച്ച് ഇതെന്തായി ഇങ്ങനത്തെ ഈ സംഭവമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ സംഭവം നോക്കേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് ഒട്ടിക്കുക. ജസ്റ്റ് അതൊക്കെ വെറുതെ നമ്മളെന്തായാലും ബാക്കി നോക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് നേരെ പ്ലഗ് ചെയ്യണം. ഇവിടെ പ്ലഗ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് പ്ലഗ് ചെയ്യണതൊക്കെ കാണിക്കണമെന്നില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഫൈനൽ പാർട്ട് ഞാൻ കാണിച്ചു തരാം. ആണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പൊക്കി വെച്ച് കഴിഞ്ഞാൽ താഴെ കൂടിയും കുറച്ച് ലൈറ്റിങ്ങിനായിട്ട് നിങ്ങളിത് ഇപ്പം ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിങ്ങനെ വേണമെങ്കിൽ ബ്ലൈൻഡ്സ് അടച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ബ്ലൈൻഡ്സ് അടക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കും. പിന്നെ ഇവിടെ കറക്റ്റ് പ്ലെയിനായി. ഇവിടെ എന്തെങ്കിലും വെക്കണം, ചെടിയോ അങ്ങനെ എന്തെങ്കിലും. ചെടി ഇവിടെ ഒരെണ്ണമുണ്ട്, ഞാനത് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ക്ലീൻ, പക്ക ക്ലീൻ. ഒരു മിനിറ്റ്, പക്ക ക്ലീൻ.